5 years ഓഫ് ബിഗ് ഡാറ്റ. നമ്മളൊരു ഡാറ്റ, നമ്മുടെ കയ്യിലൊരു ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബിഗ് ഡാറ്റയാണ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു 5 V's വെച്ചിട്ടാണ്. സ്റ്റാർട്ടിങ് വിത്ത് വി: വോളിയം, വെറാസിറ്റി, വെറൈറ്റി, വാല്യൂ ആൻഡ് വെലോസിറ്റി. അതാണ് ആക്ച്വലി ബിഗ് ഡാറ്റ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മുടെ കയ്യിലൊരു ഡാറ്റ ഉണ്ടെങ്കിൽ അതൊരു ബിഗ് ഡാറ്റയാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഇതിലുള്ള ഈ ഒരു പോയിന്റ്സുകളെല്ലാം അത് ഫോളോ ചെയ്തിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് വോളിയം. വാട്ട് ഈസ് വോളിയം? ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 ഡേയ്സിലുള്ള അത്യാവശ്യം കുറഞ്ഞ എമൗണ്ട് ഓഫ് ഡാറ്റയാണ് വരുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു ബാങ്കിങ് സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിൽ അതിലിപ്പോൾ അത്യാവശ്യം കുറച്ച് ടേബിളിൽ അപ്ഡേഷൻ വരുന്നു, കുറച്ച് വിഡ്രോ വരുന്നു, ഡെപ്പോസിറ്റ് വരുന്നു, ട്രാൻസാക്ഷൻസ് വരുന്നു. വി ക്യാൻ ഹാൻഡിൽ ഇറ്റ് ബൈ യൂസിങ് ട്രഡീഷണൽ ഡാറ്റാബേസ്. പക്ഷെ അങ്ങനെയുള്ള കുറച്ച് ഡാറ്റ സെറ്റിനെ നമ്മൾ ബിഗ് ഡാറ്റ ആണെന്ന് പറയുന്നില്ല. ബിഗ് ഡാറ്റ മീൻസ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഹ്യൂജ് വോളിയം ലൈക്ക് അവർ ഇന്റർനെറ്റ് ആക്ടിവിറ്റീസ് വരികയാണ്. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ബിഗ് ഡാറ്റ എന്ന് പറയാം. അതിന്റെ കൂടെ തന്നെ എന്താണ് വെറൈറ്റി ഈസ് ഓൾസോ ദ വെറൈറ്റി മീൻസ് അത് ആ ഡാറ്റ ഡിഫറെന്റ് ഫോർമാറ്റിലാണ്. ഡിഫറെന്റ് ഫോർമാറ്റ് ഓഫ് ഡാറ്റ ഫ്രം വേരിയസ് സോഴ്സസ്. ഡിഫറെന്റ് സോഴ്സസ് എന്നാണ് വരുന്നത്. അതും ഡിഫറെന്റ് ഫോർമാറ്റിലാണ്. ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലല്ല, പർട്ടിക്കുലർ നമുക്ക് ഒരു പോയിന്റിൽ ഒരു ത്രൂ ഇൻസൈറ്റ് വഴി നമുക്ക് ഒരിക്കലും അതിനെ അനലൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ വെറൈറ്റി ഈസ് ഓൾസോ ദ. ഇപ്പൊ നോർമൽ നമ്മുടെ ഒരു ഡാറ്റാബേസിലുള്ള ഡാറ്റ ഒക്കെ മാക്സിമം നമുക്ക് സ്ട്രക്ചേർഡ് ഡാറ്റയാണ് അല്ലെ, അതൊരിക്കലും നമ്മൾ ബിഗ് ഡാറ്റയാണെന്ന് പറയില്ല. സോ വെറൈറ്റി ഈസ് ഓൾസോ ദ ലോട്ട്സ് ഓഫ് വെറൈറ്റീസ്. അപ്പൊ നമ്മൾ വെറൈറ്റിയുടെ അണ്ടറിൽ വരികയാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ദർ ആർ സ്ട്രക്ചേർഡ് ഡാറ്റാസ് ആർ ദർ, സെമി സ്ട്രക്ചേർഡ് ഡാറ്റാസ് ആർ ദർ, ക്വാസി സ്ട്രക്ചേർഡ് ഡാറ്റാസ് ആർ ദർ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റാസ് ആർ ദർ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അലോങ് വിത്ത് ഓൾ ദ റിക്വയർഡ് കോളം ഇറ്റ് ഈസ് ഇൻ എ ടാബുലർ ഫോം. നമ്മുടെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം RDBMS ഉള്ള വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടേബിൾ ഫോർമാറ്റിനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. സെമി സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് സ്ട്രക്ചേർഡും ആയിരിക്കും, കുറച്ച് നമുക്ക് എന്ത് ചെയ്യാനും പറ്റില്ല, നോർമലി സ്ട്രക്ചേർഡ് ആയിട്ട് അതിനെ കണക്കാക്കാനും പറ്റില്ല. ദ സ്കീമാസ് നോട്ട് അപ്രോപ്രിയേറ്റ്ലി ഡിഫൈൻഡ്. നമ്മൾ CSV ഫയൽ, XML ഫയൽ, അങ്ങനെയുള്ള ഇമെയിൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇമെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ്, അതിന്റെ ടെക്സ്റ്റ്, നമ്മുടെ റെസിപ്പിയൻസ് ഒക്കെ ആരൊക്കെയാണ്, അതൊക്കെ നമ്മൾ കറക്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഇപ്പോൾ ഒരു ഇമെയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ആർക്കാണ് അയക്കുന്നത്, അതിന്റെ സബ്ജക്റ്റ്, അതിന്റെ ഒരു ബോഡി ഓഫ് ദ മെസ്സേജ്, അതെല്ലാം ഏകദേശം സെയിം ആയിരിക്കും. പിന്നെ ഇപ്പൊ നമ്മൾ അറ്റാച്ച്മെന്റ് അതൊക്കെ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് മെയിൽസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ്സ് വരാം. അതിൽ ഡിഫറെന്റ് മീഡിയാസ് വരാം, ഓഡിയോ, വീഡിയോ എല്ലാം വരാം. അപ്പൊ നമുക്ക് ഒരിക്കലും അത് എന്താണ് ഫുള്ളി സ്ട്രക്ചേർഡ് ആണെന്ന് പറയാൻ പറ്റില്ല. എനിവേ സ്ട്രക്ചേർഡ് ആണ് താനും അല്ലേ. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സെമി സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ടേബിളിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഡാറ്റ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും ആ ടേബിൾ. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മളിപ്പോൾ നമ്മുടെ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഓഡിയോ ഫയൽസ്, ഇമേജസ് ഒക്കെ ഒരു ഫോൾഡറിൽ ചുമ്മാ അങ്ങ് സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ നമ്മൾ അയക്കുന്ന ഓഡിയോ, നമ്മുടെ വാട്സപ്പിലൂടെ അയക്കുന്ന നമ്മുടെ ഓഡിയോസ് എല്ലാം ഒരു ഫോൾഡറിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമുക്കൊരു ടേബിളായിട്ട് അതിനെ കാണാനും പറ്റില്ല. ലോട്ട്സ് ഹ്യൂജ് ഡാറ്റ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഓർഗനൈസേഷൻ അണ്ടറിലൊക്കെ അത്രയും ഡാറ്റാസ് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള ഡാറ്റാസിനെയാണ് അൺസ്ട്രക്ചേർഡ് എന്ന് പറയാം. ക്വാസി സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻസ് ടെക്സ്ച്വൽ ഡാറ്റ വിത്ത് ഇൻകൺസിസ്റ്റന്റ് ഡാറ്റ ഫോർമാറ്റ്. ഡാറ്റ ഫോർമാറ്റഡ് വിത്ത് എഫേർട്ട് ആൻഡ് ടൈം വിത്ത് സം ടു. ടെക്സ്റ്റ് ആയിരിക്കും പക്ഷെ ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. നമുക്കത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും. പല കറക്ഷൻസും അതിൽ വരുത്തേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ലോഗ് ഫയൽസ്, ഇപ്പോൾ വെബ് സെർവർ ലോഗ്സ്, അപ്പൊ അതിന്റെ ഒക്കെ ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ സം സെർവർ ദാറ്റ് കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഒരു വെബ് സെർവറിന്റെ ബേസിൽ വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ്. പക്ഷെ നമുക്ക് അതിൽ കുറെ നൾ വാല്യൂസ് അങ്ങനെ പലതും നമുക്ക് എന്ത് ചെയ്യണം, അത് ത്രൂ ആ ഡാറ്റയിലൂടെ പോയി നോക്കിയിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പം അത്രയാണ് ഡിഫറെന്റ് ടൈപ്പ്. അപ്പം അത്രയും വെറൈറ്റീസ് ഓഫ് ഡാറ്റ നമ്മുടെ എന്തുണ്ട്, ബിഗ് ഡാറ്റയിലുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു RDBMS നോക്കുകയാണെങ്കിൽ അതിൽ സ്ട്രക്ചർഡ് ഡാറ്റ മാത്രമേ ഉള്ളൂ. അപ്പം അതൊക്കെ ഹ്യൂജ് എമൗണ്ട് ഉണ്ടെങ്കിൽ പോലും, കുറേ വലിയ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ അതിനെ ബിഗ് ഡാറ്റ എന്ന് പറയില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയി വരുന്ന ഡാറ്റേനാണ് നമ്മൾ എന്ത് പറയാ, ബിഗ് ഡാറ്റ എന്ന് പറയാം. ദെൻ ദാറ്റ് ഈസ് വെറാസിറ്റി ഓൾസോ ദർ. പിന്നെയുള്ളത് വെറൈറ്റി നമ്മൾ നോക്കി. ഇനി വെറാസിറ്റി ഈസ് ദർ. വെറാസിറ്റി മീൻസ് ഇൻകൺസിസ്റ്റൻസി ആൻഡ് അൺസർട്ടനിറ്റി ഇൻ ഡാറ്റ. അഥവാ നമ്മൾ ഇതേ ഫോർമാറ്റിൽ തന്നെ അടുത്ത റോയും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടേബിൾ, ഒരു RDBMSന്റെ ടേബിൾ പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ നമ്മുടെ എംപ്ലോയി ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അടുത്ത റോയും ഏകദേശം അത് തന്നെ ആയിരിക്കും. ചിലയിടത്ത് നൾ വാല്യൂ ഉണ്ടാവുന്നേ ഉള്ളൂ, നമുക്കറിയാം എന്താണെന്ന്. പക്ഷെ ഇവിടെ അതല്ല. ഇൻകൺസിസ്റ്റൻസി ഈസ് വെരി ഹൈ, അൺസർട്ടനിറ്റി ഈസ് ഓൾസോ വെരി ഹൈ, വെറാസിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഡാറ്റാസ് വരുമ്പോഴാണ് നമ്മുടെയുള്ള കയ്യിലുള്ള ഡാറ്റ സെറ്റിനെ ബിഗ് ഡാറ്റയാണെന്ന് പറയാം. വൺ മോർ തിങ്, അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് വെലോസിറ്റി.
ദാറ്റ് മീൻ ഹൈ സ്പീഡ് ഓഫ് അക്യുമുലേഷൻ ഓഫ് ഡാറ്റ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു അവിടെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ്, കൊടുക്കുന്ന മെഡിസിൻ, അതൊക്കെ ഒരു വിത്തിൻ എൻ അവർ ഹ്യൂജ് എമൗണ്ട്. അഥവാ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാറ്റയുടെ സ്പീഡ് വളരെ ഹൈ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റേനെയാണ് നമ്മൾ അതിന് അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഗ് ഡാറ്റയാണ് വെലോസിറ്റി. ദെൻ എക്സ്ട്രാക്ട് യൂസ്ഫുൾ ഡാറ്റ, വാല്യൂ. നമ്മൾക്ക് ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് എന്ത് വേണം, ഒരു യൂസ്ഫുൾ ഡാറ്റ ആയിട്ട് അതിനെ നമുക്കൊരു വാല്യൂ ആയിട്ട് അതിനെ കാണാൻ പറ്റണം. യെസ്, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ കേസ് ആണെങ്കിൽ ഡിഫറെൻറ്റ് ഹ്യൂജ് വോളിയൂംസും അവിടെ വരുന്നുണ്ട്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡാറ്റ വരുന്നുണ്ട്. ലൈക്ക് എക്സ്റേസ്, നമ്മുടെ സ്ട്രക്ചേർഡ് വരാം, സെമി സ്ട്രക്ചേർഡ് വരാം, അതിൽ പല ഇൻകൺസിസ്റ്റൻസി വരാം അല്ലേ. നമ്മൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതന്നെയായിരിക്കും അടുത്ത് വരുന്ന ഡാറ്റ അല്ലെങ്കിൽ അടുത്ത് വരുന്ന പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. പക്ഷെ അതുപോലെ തന്നെ വെലോസിറ്റീസ് ഈസ് ഇൻ വെരി ഹൈ സ്പീഡ്. അപ്പം അതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രഡിക്ഷനിലേക്ക് എത്താൻ പറ്റണം, ഒരു വാല്യൂയിലേക്ക് നമ്മൾ അനലൈസ് ചെയ്ത്. അതാണ് ആക്ച്വലി വാട്ട് ഈസ് ഡാറ്റ അനലിസ്റ്റ് ഓർ ഡാറ്റ സയൻറ്റിസ്റ്റ് ഫീൽഡ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ബിഗ് ഡാറ്റ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ.